ഹലോ എവ്രി വൺ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ 2-3 ദിവസത്തേക്ക് നാട്ടിൽ പോയിട്ടുണ്ടായി. നാട്ടിൽ പോയിട്ട് ഇന്ന് ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോയി ഇത്തവണ. എല്ലാം കൊണ്ടും നല്ല നല്ല ഡേ ആയിരുന്നു ഇത്തവണ കേട്ടോ. മകരശങ്കരം ആയിക്കോട്ടെ, ധനുമാസത്തിലെ തിരുവാതിര, ഇതൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് നാട്ടിലെത്തിയത്. അപ്പോൾ ഒന്നും മിസ്സാക്കിയില്ല, എല്ലായിടത്തും പോയി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടുത്തെ ക്ഷേത്രക്കുളമാണ്. അപ്പോൾ ആദ്യം ഇവിടെ നിന്നാണ്, ഗണപതീൻ്റെ അടുത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ക്ഷേത്രക്കുളത്ത് നിന്ന് കാലൊക്കെ കഴുകിയതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞത് തേങ്ങ ഉടക്കലും പിന്നെ കൊമ്പുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ഉടച്ചു നമ്മളങ്ങനെ പ്രദക്ഷിണം വരാണ്. അപ്പോൾ ഇവിടെ ഗണപതി, രാജരാജേശ്വരൻ, വൈദ്യനാഥൻ, പാർവതി, ശ്രീകൃഷ്ണൻ ഇവരൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അങ്ങനെ നമ്മൾ പ്രദക്ഷിണമൊക്കെ വന്നു. അങ്ങനെ ഉള്ളിലൊക്കെ കയറി പ്രസാദമൊക്കെ വാങ്ങിയ ശേഷമാണ് വെളിയിൽ വന്നു. വെളിയിൽ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, ഫോട്ടോസും വീഡിയോസൊക്കെ. പിന്നെ നമ്മൾ റിട്ടേൺ പോയത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളുടെ മുത്തപ്പൻ്റെ അടുത്താണ്. പറശ്ശിനി മുത്തപ്പനാണ്. അപ്പോൾ അവിടെ പോകുന്ന പാലാണ് കേട്ടോ, തിരിച്ചു വരുന്ന വഴിയാണ്. അങ്ങനെ ഈ കാണുന്ന എല്ലാവർക്കും ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ കാലൊക്കെ കഴുകണം കേട്ടോ പുഴയിൽ നിന്ന്. അങ്ങനെ കാലൊക്കെ കഴുകി ഏട്ടനും ഞാനും അമ്മയും ഏച്ചിയും മോനുമാണ് കേട്ടോ അമ്പലത്തിൽ പോയത്. നല്ല വഴുക്കുണ്ടായിരുന്നു, പക്ഷേ ഇത് കഴുകാതെ നമ്മൾ ഉള്ളിലേക്ക് കാലും കയറാറില്ല. അപ്പോൾ അച്ഛനും മോനും കൈയൊക്കെ പിടിച്ചിട്ട് നല്ല വഴുക്കുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അമ്പലത്തിലേക്ക് പോയി. കറക്റ്റ് സമയത്താണ് കേട്ടോ, 12:30 ആകുമ്പോൾ നട അടക്കുന്നുണ്ടായി. പക്ഷെ നമ്മൾ കറക്റ്റ് അതിന് മുന്നേ ഞാനും മോനും തൊഴുത് ജസ്റ്റ് ഇങ്ങെത്തുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്തു. അപ്പം കണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ നമ്മൾ ബ്ലെസ്ഡാണ്, നമ്മൾക്ക് കാണാൻ പറ്റി മുത്തപ്പനെ. അങ്ങനെ തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷം മുത്തപ്പൻ്റെ പ്രസാദമായ വൻപയറും തേങ്ങാക്കൊത്തും ചായയും അതൊക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല. കുറച്ച് സമയക്കുറവുണ്ടായി. അങ്ങനെ ചന്തയിൽ പിന്നെ കയറാതെ അവൻ വരില്ലല്ലോ. അവൻ അങ്ങനെ എന്തോ കണ്ടിട്ടുണ്ട്, പോകുന്ന പോക്കിലേ ഏതോ ഒരു കണ്ടുപിടിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത്. അപ്പോൾ വരുമ്പോൾ അവൻ അച്ഛനെ വിളിക്കുകയാണ്. അങ്ങനെ ഏട്ടനും അവനും കൂടി ഞാൻ എന്തൊക്കെയോ വാങ്ങുന്നുണ്ടായി. പണ്ടൊക്കെ നമ്മളിതൊരു പറശ്ശിനിക്കട വരിക എന്ന് പറഞ്ഞ ഒരു ടൂർ വരുന്ന പോലെയാണ്. കാരണം എനിക്ക് അടുത്തല്ല കേട്ടോ, എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നല്ല ദൂരമുണ്ട്, പക്ഷേ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അടുത്താണ്. അങ്ങനെ അവിടെ നിന്നും കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസെല്ലാം എടുത്ത് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു, ടേക്ക് കെയർ എവ്രി വൺ.